അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് അസ്തമിക്കുന്നതോടുകൂടി ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നാം കടക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ പ്രധാന സുന്നത്തുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്രി സൂറത്ത് എന്നുണ്ടല്ലോ, വൽ ഫജ്ർ വലയാലിൻ, ആ സൂറത്ത് ഒരു തവണയും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹ് സൂറത്തില്ലേ 200 തവണയും ചൊല്ലൽ ഓതൽ അത് സുന്നത്താണ്. സ്വതക്ക ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ സ്വതക്ക കൊടുക്കൽ ശക്തിയേറിയ സുന്നത്താണ്. സ്വതക്ക പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കുന്നില്ലേ, അത് ശക്തിയേറിയ സുന്നത്താണ്. ഇനി ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ നോമ്പ് സുന്നത്താണ്. 9-ൻ്റെ അന്ന്, അഥവാ അറഫാ നോമ്പിന്, അറഫാ നോമ്പ് എന്നറിയാം, 9-ൻ്റെ അന്നുള്ള നോമ്പിന് അറഫാ നോമ്പ് എന്നറിയാം. അതിൽ പ്രധാനമാകുന്നു ഈ സുന്നത്ത് നോമ്പുകളിൽ പ്രധാനപ്പെട്ടതെന്നാണ് ഈ അറഫാ നോമ്പ്, ഹജ്ജിൻ്റെ ദിവസത്തിലുള്ള നോമ്പ്. അറഫാ നോമ്പ് കൊണ്ട് കഴിഞ്ഞു പോയ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും, അഥവാ 2 വർഷത്തെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഹജ്ജിന് പോയവർക്ക് അറഫാ നോമ്പില്ലേ, അറഫാ നോമ്പ് അത് ഹജ്ജിന് പോയവർക്ക് സുന്നത്തില്ല. ഇനി മറ്റൊരു സുന്നത്താണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. അറഫാ ദിനത്തിലെ സുബഹി മുതൽ ദുൽഹിജ്ജ 13 അസ്ർ വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ അറഫാ ദിനത്തിൽ സൂര്യാസ്തമയം മുതൽ ഇമാം പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ സുന്നത്താകുന്നു. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ആട്, മാട്, ഒട്ടം എന്നിവയിൽ ഏതെങ്കിലും കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അല്ലാഹു അക്ബർ എന്ന് ഒരു തവണ തക്ബീർ ചൊല്ലലും സുന്നത്താണ്. ഇനി മറ്റൊരു സുന്നത്താണ് ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ചവർ ദുൽഹിജ്ജ 1 മുതൽ അറവ് നടത്തുന്നത് വരെ അവൻ്റെ ശരീരത്തിലെ നഖം, മുടി എന്നിവ നീക്കം ചെയ്യൽ കറാത്താകുന്നു.